കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്. എന്നാൽ 5-ാമത്തെ വാക്യത്തിനകത്ത് യേശു വീണ്ടും പറയുകയാണ്, യേശു മുന്തിരിവള്ളി, നമ്മൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നവിടെ വചനം പറയുക. ആ ഫ്രൂട്ടിന് കാർപ്പോസ് എന്ന ഗ്രീക്ക് പദമാണ്. കാർപ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം ഉളവാക്കുന്നതിനാണ് കാർപ്പോസ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്തിരി വള്ളി യേശു ക്രിസ്തു ആണെങ്കിൽ അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന കൊമ്പിന് ആ വൃക്ഷത്തിലുള്ള അതേ ഫലത്തെ തന്നെ പുറപ്പെടുവിക്കാൻ കഴിയും. ഒരു സാധാരണ ഫലം പുറപ്പെടുവിക്കുമെന്നല്ല യേശു പറയുന്നത്, അവൻ അധികം ഫലത്തെ പുറപ്പെടുവിക്കുമെന്നാണ്. എന്നുവെച്ചാൽ പോലൂസ് കാർപ്പോസ് എന്ന് പറഞ്ഞാൽ മച്ച് ഫ്രൂട്ട്, അധികം ഫലം. എങ്ങനെയാണ് ക്രൈസ്റ്റിനോട് കൂടെ നിങ്ങൾക്ക് അധികം വസിക്കാൻ കഴിയുന്നത്? ക്രൈസ്റ്റിൻ്റെ വേർഡ് ഓഫ് ക്രൈസ്റ്റിലൂടെ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്നത് അത് വേർഡ് ഓഫ് ക്രൈസ്റ്റിലൂടെയാണ്, വേർഡ് ഓഫ് ഗോഡിലൂടെയാണ്. നിങ്ങളെ നോക്കി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങളൊരു വേർഡ് ജനറേഷനാണ്, ലോഗോസ് ജനറേഷനാണ്. നിങ്ങൾ വേർഡ് ഓഫ് ഗോഡിലൂടെ യേശു ക്രിസ്തുവിൽ വസിച്ച് ക്രൈസ്റ്റിലുള്ള ഫലത്തെ ലോകത്തിനധികമായി റിവീൽ ചെയ്യാൻ പോകുക, വെളിപ്പെടുത്തി കൊടുക്കാൻ പോകുക, ലോകത്തിന് പകർന്നു കൊടുക്കാൻ പോകുക. നിങ്ങൾ ക്രിസ്തുവിലുള്ള അതേ ഫലത്തെ, ക്രിസ്തുവിലുള്ള അതേ നിറവിനെ തന്നെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ക്രൈസ്റ്റ് ജനറേഷനാ. നിങ്ങളെ സ്വർഗം അധികമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.